ചൈനീസ് ഫ്രൈഡ് റൈസ് ആണ് ഇന്നത്തെ താരം. അപ്പോൾ അതിലേക്കായി ആദ്യം വേണ്ടത് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ്, ഗ്രീൻ പീസും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ്, മസാല ഇൻഗ്രീഡിയൻസ് ബേ ലീഫ്, സിനമൺ സ്റ്റിക്സ്, ക്ലോവ്സ്, ബെൽ പെപ്പറാണ്, സ്നോ പീസ്, സവോള 2 സവോള എടുത്തിട്ടുണ്ട്, ചോപ്ഡ് ജിഞ്ചർ, വെളുത്തുള്ളി, ചോപ്ഡ് കാബേജ്. ഇതാണ് ചൈനീസ് റൈസിന് ഫ്ലേവർ നൽകുന്ന സാധനങ്ങൾ. അതായത് ഓർച്ചസ്റ്റർഷയർ സോസ്, സോയ് സോസ്, ഓൾ പർപ്പസ് സോസ്, ഇത് കുരുമുളക് പൊടി, പിന്നെ അത്യാവശ്യം സോൾട്ട്. ഒന്ന് നല്ലോണം ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് സിനമൺ സീഡ്സ്, കറുകപ്പട്ട, ക്ലോവ്സ്, ഗ്രാമ്പൂ, ബേ ലീഫ്. ഇതൊന്ന് ചൂടാക്കുക. അതിൻ്റെ മണം വരുന്നവരെ ഒന്ന് ചൂടാക്കുക. നമ്മുടെ ബേസിക് മസാലാസ് ഒക്കെ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. അതിൻ്റെ നല്ല ഫ്ലേവർ വരുന്നുണ്ട്. ഇനി അതിലേക്ക് ആദ്യം സവോള, ഇഞ്ചി, വെളുത്തുള്ളി, ഇതെല്ലാം ഒരുമിച്ച് തന്നെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 2 മിനിറ്റ് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി ഉള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ചൈനീസ് ഫുഡ് എപ്പോഴും സെമി കുക്ക്ഡ് വെജിറ്റബിൾസാണ്. നമ്മുടെ ഇന്ത്യൻ ഫുഡ് റെഡിയാക്കുന്ന പോലെ നല്ലതുപോലെ വെജിറ്റബിൾസ് വേണമെന്നില്ല. ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി. അത് കഴിഞ്ഞ് ചൈനീസ് ഫുഡിലേക്കൊരു വേണ്ടുന്ന ഒരു ഐറ്റമാണ് ഈ സ്നോക്കി ബീൻസ്. അതൊന്ന് ഒരു മിനിറ്റോളം അതൊന്ന് വേവിക്കുക. അടുത്ത ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ്, ഗ്രീൻ പീസ്. അതും ഒരു മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ചൈനീസ് ഫുഡിന് ഫ്ലേവറും എസൻസും ഒക്കെ നൽകുന്ന വേറൊരു ഇൻഗ്രീഡിയൻ്റാണ് ബെൽ പെപ്പർ. സ്പൈസി അല്ല, പല കളറിലും ഉണ്ട്. അതും ഒന്ന് ഒരു മിനിറ്റോളം വേണ്ട, കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്യുക. നമുക്ക് സോസ് എല്ലാം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പിടുമ്പോൾ സൂക്ഷിക്കുക, കാരണം സോസിലൊക്കെ ഉപ്പുണ്ടാവും. സോ കുറച്ച് ഉപ്പിട്ട് നോക്കി അവസാനം ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം. ഇനിയിപ്പം ഓരോ സോസായിട്ട് ആഡ് ചെയ്യാം. ആദ്യം തന്നെ Worcestershire സോസ്, അതൊരു 2 ടീസ്പൂൺ ഒഴിച്ചാൽ മതി. സോയ സോസ് ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിക്കാം. അടുത്ത ഐറ്റം ഓൾ പർപ്പസ് സോസ്. ഓക്കെ,
ഇതെല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫൈനൽ വെജിറ്റബിൾ, അതായത് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാബേജും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എരിവ് ആവശ്യമുള്ളവർക്ക് കുറച്ചുകൂടി ചേർക്കാം, വേണമെങ്കിൽ പച്ചമുളകും ആഡ് ചെയ്യാം. ഞാനിവിടെ കുരുമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ. അവസാനത്തെ ഐറ്റം ക്യാബേജ്. കാരണം ക്യാബേജ് അധികം കുക്കാവേണ്ട ആവശ്യമില്ല. പിന്നെ ഈ മസാലയുടെ കൂടെ ഒന്ന് ചേർന്ന് ഇളക്കിയെടുത്താൽ മതി. അതുകൊണ്ട് അത് ഫൈനലായിട്ട് ചേർക്കാം. വെജിറ്റബിൾസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷെ അതിനു മുമ്പ് ഇതിൻ്റെ നടുക്കൊരു ചെറിയ ഹോൾ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം ഒഴിക്കുക. കാരണം റൈസ് ചേർത്തതിന് ശേഷം അതൊരു സ്റ്റീമിലിരുന്ന് അതുമായിട്ട് മിക്സപ്പായിട്ട് വരണം. സോ ഇനി ഫൈനലി റൈസും കൂടെ ചേർത്ത് കൊടുക്കുക. റൈസ് നല്ലോണം ചേർത്ത് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ലിഡ് വെച്ച് അടച്ച് വയ്ക്കുക. മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റോളം കുക്ക് ചെയ്യുക. അതിന് ശേഷം ഒന്ന് ഇളക്കി നോക്കുക. വെന്തിട്ടില്ലെങ്കിൽ ഒരു കുറച്ച് സമയം കൂടെ കുക്ക് ചെയ്യാനായിട്ട് വയ്ക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ആ ലിഡ് മാറ്റി റൈസും വെജിറ്റബിൾസുമായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇവിടെ ചൈനീസ് വെജ് റൈസ് റെഡി ആയിട്ടുണ്ട്.